ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ സ്കൂൾ വിട്ട് മടങ്ങുന്ന ഒരു ബാലൻ വഴിയിൽ ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടു. അയാൾ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അയാളുടെ ശരീരത്തെ മുഴുവൻ മൂടുവാൻ തക്കവണ്ണം ഉണ്ടായിരുന്നില്ല. അനേകർ ഇതുകണ്ട് വഴിമാറിപ്പോകുന്നുണ്ട്. ആ ബാലനും മുൻപോട്ട് പോകുവാൻ ഒരുങ്ങി. പെട്ടെന്നാണ് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. അവൻ ഒരിക്കൽ കൂടെ വൃദ്ധനെ തിരിഞ്ഞു നോക്കി. അയാളുടെ അരികിലേക്ക് ഓടിയെത്തി ചോദിച്ചു, നിങ്ങൾക്കെന്താണ് ആവശ്യം? ഒരു ഗ്ലാസ് വെള്ളം. ബാലൻ കൊടുത്ത വെള്ളം വൃദ്ധൻ ആർത്തിയോടെ കുടിച്ചു. അവൻ ഭക്ഷണവും വാങ്ങിക്കൊടുത്തു. നന്ദിയോടെ വൃദ്ധൻ അവനെ നോക്കി. പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കും. ജീവിതമെന്ന തിരക്കിട്ട യാത്രയിലാണ് നാം. ആ യാത്ര നാശത്തിൽ അവസാനിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല. പകരം സ്വർഗമാണ് എല്ലാവരുടെയും ലക്ഷ്യം. എന്നാൽ സഹചര്യം മറന്നുകൊണ്ടുള്ള യാത്ര സ്വർഗം വരെ എത്തണമെന്നില്ല. ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ മനോഭാവമില്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യമായി തീരും. സമൂഹത്തിലെ അശരണരെയും നിരാലംബരെയും കാണുവാനുള്ള മനോഭാവം നമ്മിലുണ്ടാകണം. യെരിഹോവിലേക്ക് പോകുന്ന വഴിയിൽ അർദ്ധപ്രാണനായി കിടക്കുകയായിരുന്നു ആ മനുഷ്യൻ. കള്ളന്മാർ അവൻ്റെ വസ്ത്രം അഴിച്ചെടുത്തിരുന്നു. ഒപ്പം ഒരുപാട് മുറിവുകളും. ദയനീയമായ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് പുരോഹിതനും ലേവ്യനും ആ വഴിക്ക് പോയത്. സ്വർഗത്തിൽ പോകുവാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്ന അവർ ആ സാധുവിൻ്റെ വിലാപം കേൾക്കേണ്ടതായിരുന്നു. പകരം അവർ വഴിമാറി കടന്നുപോയി. എന്നാൽ സാധാരണക്കാരനായ ശമരിയക്കാരന് മാത്രമേ അവനെ സഹായിക്കുവാനുള്ള മനസ്ഥിതി വന്നുള്ളൂ. മുറിവേറ്റ് അർദ്ധപ്രാണനായി കിടക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരെ കാണുമ്പോഴുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? ഒരു നല്ല ശമരിയക്കാരനായി മാറുവാൻ നമുക്ക് കഴിയുമോ? സഹായം ചെയ്യുന്നതിനുള്ള വരം ദൈവത്തിൽ നിന്നും പ്രാപിക്കുക. സങ്കീർത്തനം 16:5. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ച്.